കുട്ടിയെ വണ്ടി ഇടിപ്പിച്ച് കടന്നു കളഞ്ഞ പ്രതി ഇപ്പോൾ പ്രതിയെ കോയമ്പത്തൂർ വിമാനത്താവളത്തിൽ പിടികൂടിയിരുന്നു. പ്രതിയെ ഇപ്പോൾ പോലീസ് കൊണ്ടുവരുന്നതിൻ്റെ ദൃശ്യമാണ് കാണാൻ കഴിയുന്നത്. കുട്ടിയെ വണ്ടിയിടിച്ചു കോമ സ്റ്റേജിൽ കുഞ്ഞ് കിടക്കുന്ന വിവരം പുറത്തേക്ക് വന്നിരുന്നു. ആ സംഭവത്തിലാണ് മുത്തശ്ശി മരിച്ച സംഭവമാണ്. ആ സംഭവത്തിലെ പ്രതിയാണിപ്പോൾ പിടികൂടാൻ കഴിഞ്ഞിരിക്കുന്നത്. പ്രതി ഒളിവിൽ പോയിരുന്നു. അതിനുശേഷം രക്ഷപ്പെടാൻ ശ്രമിച്ചു. കോയമ്പത്തൂരിൽ എത്തിയ പ്രതിയാണ് പിടികൂടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഗോകുലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നത്. ഗോകുൽ, പ്രതിയുമായി പോലീസ് എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഇനി വിശദമായ ചോദ്യം ചെയ്യൽ. അങ്ങനെ പോലീസിന് നാളുകൾക്ക് ശേഷം, മാസങ്ങൾക്ക് ശേഷം പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞു. ഇനി മറ്റ് നടപടിക്രമങ്ങൾ എന്താണ് അടുത്തത്? ഇപ്പോൾ പിടിയിലാകുന്ന സാഹചര്യം ഉണ്ടാകുന്നത് ഫെബ്രുവരി 17 ഷിജിലിനെ ഇനി വടകരയിലേക്കാണ് കൊണ്ടുപോകുന്നത്. കോയമ്പത്തൂർ എയർപോർട്ടിൽ ഇയാൾ തിരിച്ചെത്തിയപ്പോൾ ഇവിടുത്തെ ഇമിഗ്രേഷൻ വിഭാഗം ഇയാളെ കണ്ടെത്തുകയും പിടികൂടുകയുമായിരുന്നു. അതിനുശേഷം വടകര പോലീസിന് ഇപ്പോൾ കൈമാറി. അങ്ങോട്ടേക്കാണ് ഈ ഷിജിലിനെ കൊണ്ടുപോവുക. നമ്മൾ ചോദിച്ചപ്പോൾ എന്തുകൊണ്ടാണ് അന്ന് കീഴടങ്ങാഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ഷിജിൽ പറഞ്ഞ മറുപടി പേടിച്ചിട്ടാണ്, താൻ പേടിച്ചുപോയി, അതുകൊണ്ടാണ് കീഴടങ്ങാഞ്ഞത് എന്നുള്ള മറുപടിയാണ് ഷിജിൽ നൽകിയത്. ഇപ്പോൾ അല്പസമയം മുൻപ് ഇപ്പോഴാണ് ആ വടകര പോലീസ് സംഘം ഷിജിലുമായി പോയത്. ഇന്ന് രാവിലെയാണ് 4 മണിക്കുള്ള ഷാർജ ഫ്ലൈറ്റിലാണ് ഷിജിൽ ഈ എയർപോർട്ടിൽ വന്നിറങ്ങിയത്. ഷിജിലിന്റെ ലുക്കൌട്ട് നോട്ടീസ് നേരത്തെ തന്നെ പോലീസ് പുറത്തുവിട്ടിരുന്നു. കാരണം ഈ സംഭവം ഉണ്ടാകുന്നത് 2024 ഫെബ്രുവരി 17 അതിനുശേഷം ഏകദേശം 19,000-ഓളം വാഹനങ്ങൾ പോലീസ് പരിശോധിച്ചു. ക്രൈംബ്രാഞ്ചിന് ഈ കേസ് കൈമാറി. അങ്ങനെയാണ് അവസാനം ഈ വാഹനം, ഷിജിൽ ഓടിച്ച വാഹനം ഇടിച്ചാണ് ഈ കുട്ടിയുടെ കോമ അവസ്ഥയിലായത് എന്നുള്ള വിവരങ്ങൾ പിന്നീട് പോലീസിന് ലഭ്യമായി. ഈ അപകടമുണ്ടായത് അങ്ങനെയാണെന്ന് മനസ്സിലായി. അതിനുശേഷം അപ്പോഴേക്കും ഇയാൾ ഏകദേശം അപകടം കഴിഞ്ഞ് 1 മാസത്തിനുള്ളിൽ തന്നെ UAE പോയിരുന്നു. പിന്നീട് പല ശ്രമങ്ങൾ പോലീസ് നടത്തി. അവസാനം ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. എന്നാണോ ഇനി ഇയാൾ നാട്ടിലേക്ക് വരുന്നത് അന്ന് പിടികൂടും, അല്ലെങ്കിൽ അതിന് കഴിയുന്ന ഒരു സ്ഥിതിയിലായി എത്തിയിരുന്നു. അതിനുശേഷം ഇന്ന്, അതായത് ഈ കേസ് നടന്ന് 1 വർഷമാകുന്നതിന് മുമ്പുള്ള ഒരാഴ്ച മുൻപാണ് ഷിജിൽ വീണ്ടും കോയമ്പത്തൂർ എയർപോർട്ടിൽ വന്നിറങ്ങിയത്. ഇറങ്ങിയ പാടെ തന്നെ ഇമിഗ്രേഷൻ വിഭാഗം ഇയാളെ പിടികൂടി. പിന്നീട് വടകര പോലീസിന് വിവരമറിച്ചു. വടകര പോലീസ് വന്ന് ഇപ്പോൾ ഇയാളെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്ന വഴിയാണ് നമ്മൾ ചോദിച്ചത് എന്തുകൊണ്ടാണെന്ന് കീഴടങ്ങാഞ്ഞത്, ആദ്യ ദിവസങ്ങളിൽ കീഴടങ്ങാഞ്ഞതെന്നാണ്. അപ്പോൾ താൻ പേടിച്ചിട്ടാണ് കീഴടങ്ങാതിരുന്നത് എന്നുള്ളൊരു മറുപടിയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അയാൾ നൽകിയത്. അതോടൊപ്പം തന്നെ ഈ ഹിറ്റ് ആൻഡ് റൺ കേസ് എന്നുള്ളതിനപ്പുറം തന്നെ വ്യാജമായൊരു ഇൻഷുറൻസ് തട്ടിപ്പും, അല്ലെങ്കിൽ ആ കേസിൽ മറ്റൊരു മതിലിടിച്ചാണ് വാഹനത്തിന് കേടുപാടുകൾ സംഭവിച്ചെന്ന രീതിയിൽ ഒരു ഇൻഷുറൻസ് ക്ലെയിമും ഷിജിൽ ചെയ്തിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ 2 കുറ്റങ്ങളാണ് ഷിജിലിനെതിരെ പോലീസ് ചുമത്തിയിട്ടുള്ളത്. ഇപ്പോൾ അല്പസമയം മുൻപ് വടകര പോലീസ് എയർപോർട്ടിലെത്തി ഷിജിലിനെ കസ്റ്റഡിയിലെടുത്തു. അയാളെ കൊണ്ട് വടകരയിലേക്ക് തിരിച്ചിട്ടുണ്ട്. ഇനി മറ്റ് നടപടിക്രമങ്ങൾ ഉണ്ടാകും. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് കേസെടുത്തിട്ടുള്ളത്. ഇൻഷുറൻസ് കമ്പനിയെ പറ്റിച്ചതിന് മറ്റൊരു കേസുമുണ്ട്. അപ്പോൾ അത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ ഇനി വടകരയിലെത്തിയതിനു ശേഷമായിരിക്കും ഇയാളെ കോടതിയിൽ ഹാജരാക്കുകയും മറ്റു കാര്യങ്ങളും ചെയ്യുക. ശരി, ഗൂഗിളാണ് വിവരങ്ങൾ നൽകിയത്.